നമസ്കാരം. പുന്നപ്ര ഫൈൻ ആർട്സിൻ്റെ 7ാമത് ചെറുകഥാ അവാർഡ് നിശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെന്ന വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രതിസന്ധികൾ കൂടെ പുറപ്പ് എത്രയോ കാലമായല്ലേ, എന്തെല്ലാം പ്രതിസന്ധികളാണ്. പക്ഷെ നമ്മൾക്കങ്ങനെ നിശ്ചലരായിരിക്കാൻ കഴിയില്ല. കാലത്തോടൊപ്പം കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി കഴിഞ്ഞ 37 വർഷമായിട്ട് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു കലാസ്വാദക സംഘടനയാണ്. 260ഓളം വേദികൾ, എത്രയോ കലാപരിപാടികൾ, എത്രയോ കലാകാരന്മാർ ധന്യമാക്കിയ വേദിയാണ്. നാടകവും നാടക മത്സരവും കഥാപ്രസംഗവും ഗാനമേളയും നാടൻപാട്ടും കോമഡി ഷോയും എന്തെല്ലാം പരിപാടികളാണ് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്, അല്ലേ? ഫാസ്റ്റ് കുടുംബങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇന്ന് കാലം മാറി നമുക്കങ്ങനെ നേരിട്ട് സംവദിക്കാവുന്ന പരിപാടികൾ ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയായിട്ടുണ്ട്. നമ്മൾ കാലത്തോടൊപ്പം മാറുന്നു. ഇന്ന് ഈ അവാർഡ് ദിശ മുതൽ നമ്മൾ പരസ്പരം കാണുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലായിരിക്കും. ഇന്നത്തെ നമ്മുടെ ചെറുകഥാ അവാർഡ് ദിശ ലീഡ് ചെയ്യുന്നത് ഫൈൻ ആർട്സിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ രാജഗോപാലൻ സാറാണ്. ഈ അവാർഡ് ദിശ ഉദ്ഘാടനം ചെയ്ത് അവാർഡ് വിതരണം നടത്തുന്നത് കുമാരനാശാൻ സ്മാരക സമിതിയുടെ പ്രിയങ്കരനായ വൈസ് ചെയർമാൻ ശ്രീ രാമപുരം ചന്ദ്രബാബു സാറാണ്. ഇരുവരെയും നമ്മുടെ ഈ അവാർഡ് നിശയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവാർഡ് ജേതാക്കളെ അഭിനന്ദിക്കാനെത്തുന്നത് പുന്നപ്ര ഫൈൻ ആർട്സിൻ്റെ രക്ഷാധികാരികളായ സർവശ്രീ അലിയാർ പുന്നപ്ര, കമാൽ മുസ്തഫ, ബി സുലേഖ എന്നിവരാണ്. മൂവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ കഥാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തുന്നത് ചെറുകഥാ കമ്മിറ്റിയുടെ കൺവീനർ TV ജോൺ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യും. പിന്നീടുള്ളത് നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥികളാണ് അവാർഡ് ജേതാക്കൾ. 1ാം സമ്മാനം നേടിയ ഫർസാന അലി മലപ്പുറത്ത് നിന്നാണ്. കൂടുതൽ വിവരങ്ങളൊക്കെ ചെറുകഥാ കമ്മിറ്റി കൺവീനർ പറയും. 2ാം സമ്മാനം DP അഭിജിത്തിനാണ്. 3ാം സമ്മാനം മധു തൃപ്പരന്തുറ. ഇതുകൂടാതെ കഥകളുടെ ആ ഒരു നിലവാരം വെച്ച് നമ്മൾ 3 സ്പെഷ്യൽ ജൂറി അവാർഡുകളൂടെ കൊടുക്കുകയാണ്. ജോമോൻ ജോസ്, ഷൈൻ ഷൗക്കത്ത് അലി, നന്ദു MR മുതലായവർക്കാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് ജേതാക്കളെ ഈ അവാർഡ് നിശയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അവാർഡിനായി കഥകൾ അയച്ച മുഴുവൻ കഥാകാരന്മാരെയും പ്രിയ പ്രേക്ഷകരെയും ഫാസ്റ്റ് കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എൻജോയ്. നമസ്കാരം പ്രിയമുള്ളവരെ. പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. 8 മാസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത്. മനഃപൂർവ്വം സംഭവിച്ചതല്ല, കാലവിശേഷം കൊണ്ട് സംഭവിച്ചതാണ്. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഫൈൻ ആർട്സ് സൊസൈറ്റി പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് സജീവമാകാതെ ഇരിക്കാൻ തരമില്ല. അതുകൊണ്ട് കൂടുതൽ സജീവമാകുന്നതിന്റെ ഭാഗമായിട്ട് ചെറുകഥ അവാർഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. 72 കഥകൾ വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെയും ഭാഷകളിലൂടെ ഇവിടെ ലഭിച്ചു. ഈ മത്സരം ഏറ്റവും നന്നായി അതിൽ ഉൾപ്പെടുത്താൻ ഈ 72 പേരും ശ്രമിച്ചു എന്നുള്ളത് തന്നെ സന്തോഷം നൽകുന്നു. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഉടൻ പ്രതികരണം ലഭിക്കുന്ന ഒരു സദസ്സിനെയും വേദിയും കൈവിട്ടുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട് എന്ന ബോധം ഉണ്ടാവും. ഏത് ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള
മനസ്സ് ഇതിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഈ ഓരോ ഘട്ടത്തിലും എന്നോടൊപ്പം നിൽക്കുന്ന ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രവർത്തക സമിതിയിലെ എല്ലാ അംഗങ്ങളെയും നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുന്നു. അവാർഡ് ലഭിച്ചിട്ടുള്ള എല്ലാ കഥാകൃത്തുക്കളെയും അവർക്ക് നാളെ കൂടുതൽ ശോഭനമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. 3 അവാർഡുകളാണ് ഫൈൻ ആർട്സ് സൊസൈറ്റി സാധാരണയായി നൽകുന്നത്. ഇത്തവണത്തെ കൂടുതൽ എണ്ണം കണക്ക് കൂട്ടുമ്പോഴും കഥകളുടെ മെച്ചം കണക്ക് കൂട്ടുമ്പോഴും അത് 6 ഞങ്ങൾക്ക് ഉയർത്തേണ്ടി വന്നു. 1ാം സമ്മാനത്തിന് ഉപഹാരവും ക്യാഷ് അവാർഡുമാണ് ഫൈൻ ആർട്സ് സൊസൈറ്റി നൽകുന്നത്. ഇതില് നടക്കാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട്. 10-25 കഥകളെങ്കിലും പ്രസിദ്ധീകരിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പുസ്തക രൂപത്തിൽ. ഈ പ്രത്യേക പരിസ്ഥിതിയിൽ അതിന് കഴിഞ്ഞില്ല. നമുക്ക് അതിന് കഴിയും എന്ന് വിചാരിക്കും. ഇന്ന് ഈ പരിപാടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ യൂട്യൂബ് ചാനൽ കൂടി പ്രവർത്തനക്ഷമമാകുകയാണ്. കൂടുതൽ പരിപാടികൾ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് തുടർന്ന് കാണാൻ കഴിയും. ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷയോടെ ഈ പ്രത്യേക കാലഘട്ടത്തിൽ കൂടുതൽ ജാഗരൂകരായി സ്വന്തം സുരക്ഷ നോക്കി സുഖമായി കഴിയാൻ എല്ലാവർക്കും ക്ഷേമാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി നമുക്ക് അവാർഡ് നിർണയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അവാർഡ് കമ്മിറ്റി കൺവീനർ ശ്രീ TV സാബു അതേക്കുറിച്ച് പറയും. സ്വാമി വിവേകാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ അനുചരൻ അദ്ദേഹത്തിനോട് ഒരു ആവശ്യം അറിയിച്ചു. ആവശ്യം മറ്റൊന്നുമായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു മുണ്ട് വേണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. സ്വാമി ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുക്കുവാനും പറഞ്ഞു. ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ഈ കക്ഷിയുമായിട്ട് കൂട്ടുമുട്ടുകയാണ്. അപ്പം സ്വാമി ചോദിച്ചു, താങ്കൾ ആവശ്യപ്പെട്ടിരുന്ന സാധനം ലഭിച്ചോ? അദ്ദേഹം പറഞ്ഞു, സ്വാമിജി കിട്ടി, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സ്വാമിജി ചോദിച്ചു, താങ്കൾ ഇതുവരെയൊക്കെ ഉപയോഗിച്ചിരുന്ന ആ മുണ്ട അതെന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മറുപടി, അത് ഇപ്പോൾ ഞാൻ കിടക്കവിരിയായിട്ട് ഉപയോഗിക്കുകയാണ്. സ്വാമി തുടർന്നു, അപ്പോൾ താങ്കൾ ഇതുവരെക്കും കിടക്കവിരിയായിട്ട് ഉപയോഗിച്ചിരുന്ന തുണി എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ കർട്ടനായിട്ട് ഉപയോഗിക്കുകയാണ്. സ്വാമി വീണ്ടും, അപ്പോൾ താങ്കൾ ഇതുവരെക്കും കർട്ടനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ തുണി എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മറുപടി, അത് ഇപ്പോൾ ഞാൻ അടുക്കളയിൽ ചൂടുപാത്രങ്ങൾ തടപിടിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. സ്വാമി തുറന്നു, അപ്പോൾ തടപിടിക്കാനായിട്ട് താങ്കൾ ഇതുവരെക്കും ഉപയോഗിച്ചിരുന്ന ആ തുണി എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, അത് ഇപ്പോഴ് അടുക്കള തറ തുടക്കാൻ ഉപയോഗിക്കുകയാണ്. സ്വാമി അവസാനമായിട്ട് ചോദിച്ചു, അപ്പോൾ താങ്കൾ തറ തുടക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ തുണി എന്ത് ചെയ്യും? അതിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അതിപ്പോൾ കൽവിളക്കിലെ തിരി തെളിയിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അവസാനം ആ പാഴ്വസ്തു പ്രകാശം പരത്തുന്ന ഒരു തിരിയായി തിരികെയാണ്. ഞാൻ ഈ കഥ ഇവിടെ പറയാനുണ്ടായ കാരണം, ഫാസിന്റെ ഈ അഖില കേരള ചെറുകഥാ മത്സരത്തിൽ പ്രകാശം പരത്തുന്ന, വെളിച്ചം വിതറുന്ന പല കഥകളും ഉണ്ടായിരുന്നു. ഈ ഫാസിന്റെ ചെറുകഥാ മത്സരത്തിന്റെ വാല്യുവേഷൻ 3 ഘട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. ആദ്യഘട്ടം ഫാസിന്റെ തന്നെ സാഹിത്യകാരന്മാർ ഉൾപ്പെട്ട ഒരു സമിതിയാണ്, ഒരു സബ് കമ്മിറ്റിയാണ് അതിന്റെ തിരഞ്ഞെടുപ്പ് നടത്തിയത്. 2ാം ഘട്ടത്തിൽ ആലപ്പുഴ തന്നെ ഒരു പ്രസിദ്ധ സാഹിത്യകാരനാണ് മൂല്യ നിർണയം നടത്തിയത്. 3ാം ഘട്ടത്തിൽ ആലപ്പുഴയിലെ തന്നെ ഒരു മലയാള പ്രൊഫസറാണ് അവസാന ഘട്ട വിലയിരുത്തലും നടത്തിയത്. ഇനി കഥകളിലേക്ക് കടക്കാം.
ഒന്നാം സമ്മാനം അർഹമായത് ശ്രീമതി ഫർസാന അലിയാണ്. ഫർസാന അലി മലപ്പുറം സ്വദേശി, 11 വർഷമായി ചൈനയിൽ താമസം. 2018 മുതൽ മുഖ്യധാര ആനുകാലികങ്ങളിൽ കഥകൾ എഴുതുന്നു. ഭാഷാപോഷിണി, മാധ്യമം വാരിക, മലയാളം വാരിക, ദേശാഭിമാനി എന്നിവയിലായി 10ഓളം കഥകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. 2018 മലയാള സാംസ്കാരിക വേദിയുടെ കാക്കനാടൻ അവാർഡ്, 2019 MS സുരേന്ദ്രൻ സാഹിത്യ പുരസ്കാരം, 2019 ഔവർ കഥാ പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഫർസാന അലിയുടെ ആകാശവണ്ടി എന്ന ചെറുകഥയ്ക്കാണ് ഒന്നാം സ്ഥാനം. കൊച്ചുകുട്ടിയുടെ മനസ്സും മധ്യവയസ്കയുടെ ശരീരവുമായി മാനസിക വളർച്ചയെത്താത്ത ഒരു സ്ത്രീയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ഹൈറുമ്മ മറ്റൊരു കഥാപാത്രം ഈ മധ്യവയസ്കയുടെ അമ്മയായിട്ട് വിഷമെടുക്കും. ഒരു ദിവസം ഹൈറുമ്മ തന്റെ മകളെ ബന്ധുവീട്ടിലാക്കിയ ശേഷം തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതിന്റെ ഹൈലൈറ്റ്. വീടിനടുത്തുള്ള പുഴയുടെ ഓരത്തിൽ നിൽക്കുന്ന ഒരു ഒതളങ്ങ മരത്തിൽ മുഴുത്ത ഒതളങ്ങ പറിക്കാൻ കൈനീട്ടുന്നതും, അപ്പോൾ മുകളിലൂടെ ഒരു വിമാനം പറന്നു വരികയും അപ്പോൾ പുഴയോളങ്ങൾക്ക് ജീവൻ വെക്കുകയുമാണ്. കഥയുടെ അന്ത്യം ശുഭ സൂചകമല്ലെങ്കിലും ആഖ്യാന ശൈലി അതിശയിപ്പിക്കുന്നതാണ്. രണ്ടാം സ്ഥാനത്തെത്തിയത് DP അഭിജിത്താണ്. DP അഭിജിത്ത് കൊല്ലം കടക്കൽ സ്വദേശി, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ MA മലയാളം 2ാം വർഷ വിദ്യാർത്ഥി. കഥകൾ ചാവിളിയൻ, ദേശാഭിമാനി വാരിക, ജൂൺ 2019. കന്യകാവരമ്പ്, ഇന്ത്യൻ എക്സ്പ്രസ് മലയാളം, സെപ്റ്റംബർ 2019. പരേതരുടെ പുസ്തകം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, ഡിസംബർ 2019. നക്സൽ ബാരി, ഇന്ത്യൻ എക്സ്പ്രസ് മലയാളം, ഓഗസ്റ്റ് 2020. മാതൃഭൂമി KV അനൂപ് സ്മാരക പുരസ്കാരം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരേതരുടെ പുസ്തകം എന്ന കഥയ്ക്കാണ് 2ാം സ്ഥാനം നേടിയത്. അന്തോയും അപ്പനും ഔദയും എന്ന 3 കഥാപാത്രങ്ങളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്. ഇവർക്ക് പള്ളിയിൽ പുഴുവട്ടാണ് ഇവരുടെ ജോലി. വളരെ ഹ്യൂമർ ഉള്ള ഒരു കഥയാണ്. നർമ്മം തുളുമ്പുന്നതും അതുപോലെ തന്നെ വായനക്കാരെ രസിപ്പിക്കുന്നതുമായ ഒരു കഥയാണ് അഭിജിത്ത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. 3ാം സമ്മാനം ലഭിച്ചത് ശ്രീ മധു തൃപ്പരന്തറയ്ക്കാണ്. മധു തൃപ്പരന്തുറ ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല സ്വദേശി, മഹാദേവിക്കാട് SNDP ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുന്നു. ചെറുകഥാകൃത്ത്, ഫ്രീലാൻസ് ജേർണലിസ്റ്റ്, വൈജ്ഞാനിക സാഹിത്യകാരൻ, ബാലസാഹിത്യകാരൻ, പരിസ്ഥിതി പ്രവർത്തകൻ എന്നീ നിലയിൽ അറിയപ്പെടുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം, വിദ്യാരംഗം സംസ്ഥാന ചെറുകഥാ അവാർഡ്, TP ജയചന്ദ്രൻ സ്മാരക ചെറുകഥ അവാർഡ്, കരുവാറ്റ ചന്ദ്രൻ സ്മാരക അവാർഡ്, ഗുരുശ്രേഷ്ഠ അവാർഡ്, മീഡിയ ഫെസ്റ്റ് മാധ്യമ അവാർഡ്, അധ്യാപക കലാ സാഹിത്യ സമിതി അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ. 6 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രമുഖ ദിനപത്രങ്ങളിൽ 300ഓളം ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ചു. 30ഓളം ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മഹാത്മാ ഗേൾസ് സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപിക ആശയാണ് ഭാര്യ. ലക്ഷ്മിപ്രിയ, അർച്ചിത എന്നിവർ മക്കളും. അദ്ദേഹത്തിന്റെ പാണ്ഡിത്തുരുത്തിലെ മുതല് എന്ന കഥയ്ക്കാണ് ഇക്കുറി അവാർഡ് കിട്ടിയത്. കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് 2ാം സ്ഥാനം ലഭിച്ചിരുന്നു. നാടകം പശ്ചാത്തലമുള്ള ഒരു കഥയാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഈനാമ്പേച്ചി വാസു, മരപ്പെട്ടി ശിവൻ എന്ന കഥാപാത്രങ്ങളാണ്. കുട്ടനാടിലെ പാണ്ടി എന്ന സ്ഥലത്ത്, എടത്വായ്ക്കടുത്തുള്ള പാണ്ടി എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ് ഈ കഥ. ഇത് അദ്ദേഹത്തിന്റെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയൊരു കഥയാണ്. ഇതുകൂടാതെ ജൂറി പരാമർശം നേടിയ 3 കഥകൾ കൂടി ഇക്കുറി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒന്ന് പട്ടം, അതെഴുതിയത് ശ്രീ ജോമൻ ജോസ് എറണാകുളമാണ്. അതുപോലെ തന്നെ ത്രേസ്യ പള്ളിത്തുരുത്ത്, അതിന്റെ കർത്താവ് ശ്രീ MR നന്ദു. അതേപോലെ തന്നെ ഗസലുകൾ ഉടഞ്ഞ രാത്രി, ആ ചെറുകഥ എഴുതിയത് ഷൈൻ ഷൌക്കത്ത് അലി, തൃശൂർ. ചെറുകഥാ മത്സരത്തിൽ വിജയികളായ എല്ലാ എഴുത്തുകാർക്കും പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അനുമോദനങ്ങൾ
മുൻ വർഷങ്ങളിൽ വിജയികളായ എഴുത്തുകാർ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരായി തീർന്നിട്ടുണ്ട്. ഇക്കുറി വിജയികളായ എല്ലാ എഴുത്തുകാർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനത്തിനും അവാർഡ് ദാനത്തിനുമായി കുമാരനാശാൻ സ്മാരകത്തിന്റെ വൈസ് ചെയർമാൻ ശ്രീ രാമപുരം ചന്ദ്രബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ചെറുകഥാ രംഗത്തെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവരുടെ സർഗാത്മക മികവിനെ വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള മികവാർന്ന പ്രവർത്തനമാണ് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര ഫാസ് നടത്തിവരുന്നത്. ഇത്തവണത്തെ അവാർഡ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് നൽകലും കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ നടത്താനാണ് സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ ആ കൃത്യം നിർവഹിച്ചതായി അറിയിക്കുന്നു. അവാർഡ് ജേതാക്കൾക്ക് പ്രത്യേകം അഭിനന്ദനം. മലയാള ചെറുകഥാ സാഹിത്യ ശാഖയ്ക്ക് തുടർന്നും അമൂല്യ സംഭാവനകൾ നൽകത്തക്ക നിലയിൽ അവരുടെ സർഗശേഷി കരുത്തുറ്റതാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുന്നപ്ര ഫാസിന്റെ ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ രാജഗോപാൽ, ജോബ് ജോസ്, അലിയാർ എം മാക്കീൽ, TV സാബു, മറ്റ് സംഘാടകർ, സുഹൃത്തുക്കൾ എന്നിവരെയും അഭിവാദ്യം ചെയ്യുന്നു. ചെറുകഥയുടെ വികാസ പരിണാമങ്ങളെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ മാത്രമാണ് ഇവിടെ ശ്രമിക്കുന്നത്. എന്താണ് ചെറുകഥയെന്ന് ഒറ്റ വാക്കിൽ നിർവചിക്കാനാവില്ല. കഥ കേൾക്കുവാനുള്ള താല്പര്യം മനുഷ്യന് ജന്മസിദ്ധമാണ്. തനിക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്നറിയാനുള്ള തടയാനാവാത്ത ജിജ്ഞാസ മനുഷ്യനെ കഥാശ്രവണ കുതുകിയാക്കി. ഈ താല്പര്യത്തിന്റെ ക്രമാനുഗതമായ പുരോഗതിയത്രേ ചെറുകഥ എന്ന സാഹിത്യരൂപം. ബാഹ്യമോ ആന്തരമോ ആയ ഒരൊറ്റ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാവനാ സൃഷ്ടിയാണ് ചെറുകഥയെന്ന് സോമർസെറ്റ് മോം അഭിപ്രായപ്പെടുന്നുണ്ട്. അതിപ്രാചീന കാലത്ത് തന്നെ ലോകത്തിൽ കഥകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ 19ാം ശതകത്തിലാണ് ചെറുകഥ ഒരു സാഹിത്യശാഖയായി അരങ്ങേറിയത്. എലിസബത്ത് ബോവന്റെ അഭിപ്രായത്തിൽ 19ാം ശതകത്തിന്റെ പുത്രിയാണത്രേ ചെറുകഥ. റഷ്യൻ സാഹിത്യകാരൻ നിക്കോളാസ് ഗോഗൽ, അമേരിക്കൻ സാഹിത്യകാരൻ എഡ്ഗാർ അലൻ പോ എന്നിവരാണ് വിശ്വസാഹിത്യത്തിൽ ചെറുകഥാ പ്രസ്ഥാനത്തിന്റെ വിത്ത് പാകിയത്. വായ്മൊഴിയിൽ കഥ പറയുന്ന ശീലം പഴയകാലത്ത് തന്നെ കേരളീയർക്ക് ഉണ്ടായിരുന്നു. ഇവയെ ചൊൽക്കഥകൾ, പാട്ടുകഥകൾ എന്നിങ്ങനെ വിഭജിക്കാമെന്ന് മലയാളത്തിലെ ആദ്യകാല കഥകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ KS രവികുമാർ രേഖപ്പെടുത്തുന്നുണ്ട്. കൂത്തിലും കൂടിയാട്ടത്തിലും വിദൂഷകർ അവതരിപ്പിക്കുന്ന ഉപകഥകൾ, പടയണിയിലെ ഉപകഥകൾ, തുള്ളലിലെ പുറംകഥകൾ, പാഠകത്തിലെ ഉപകഥകൾ തുടങ്ങിയവ ചൊൽക്കഥകൾ. വടക്കൻ പാട്ടുകളിലെയും തെക്കൻ പാട്ടുകളിലെയും കഥകൾ പാട്ടുകഥകൾ, കൊട്ടാരത്തിൽ ശങ്കരന്റെ ഐതിഹ്യ കഥകൾ നമ്മുടെ കഥാപാരമ്പര്യത്തിന്റെ ഈടുവയ്പ്പുകളിൽ ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാവിനോദിനി മാസികയിൽ 1891 പ്രസിദ്ധീകരിച്ച വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യ കഥയായി അറിയപ്പെടുന്നത്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് വാസനാ വികൃതി രചിച്ചിട്ടുള്ളത്. പത്രമാസികകളുടെ പ്രചാരമാണ് ചെറുകഥയ്ക്ക് വായനക്കാരെ പൊതുവെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. 1925 മുതലാണ് ചെറുകഥയുടെ 2ാം ഘട്ടം യഥാർത്ഥത്തിൽ മലയാളത്തിൽ പുഷ്ടിപ്പെടുന്നത്. വ്യക്തമായിട്ടുള്ള സാമൂഹിക വീക്ഷണത്തോടുകൂടി എഴുതിയ ചെറുകഥകളുടെ ഘട്ടം കൂടിയായിരുന്നു ഇത്. ജീവൻ സാഹിത്യ പ്രസ്ഥാനവും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും സാഹിത്യത്തിന് പുതിയ ലക്ഷ്യബോധം പകരുകയും ചെയ്ത ഘട്ടം കൂടിയായിരുന്നു ഇത്. പി കേശവദേവ്, തകഴി ശിവശങ്കരപ്പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, പൊൻകുന്നം വർക്കി എന്നിവർ ഈ പരിവർത്തന ദശയിൽ ഉയർന്നു വന്ന കഥാകൃത്തുക്കളായിരുന്നു. അവർ മലയാള കഥയുടെ സുവർണയുഗത്തിന്റെ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. ദരിദ്ര മനുഷ്യരുടെ ജീവിതവും അവർ നേരിടുന്ന ചൂഷണങ്ങളും രാഷ്ട്രീയ സമരവും അധികാര വിമർശനവും ഈ കഥാകൃത്തുക്കളുടെ പ്രമേയമായി മാറി. 1950കൾ മുതൽ ചെറുകഥ അന്നുവരെ ഉള്ളതിൽ നിന്നും വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കാനും തുടങ്ങി. സാഹിത്യരൂപമെന്ന നിലയിൽ ചെറുകഥ ഏകാഗ്രവും സൂക്ഷ്മവുമായിട്ടുള്ള ശില്പമായി തീർന്ന ഈ ഘട്ടത്തിലെ കഥകൾ ആഖ്യാന അനുഭവങ്ങൾക്കും മനോവൃത്തികൾക്കും പ്രാധാന്യം നൽകി ബിംബപ്രധാനമായിട്ടുള്ള ആഖ്യാന രീതിയിലും പ്രാമുഖ്യം നേടി.
MD വാസുദേവൻ നായരും T പത്മനാഭന്റെയും മറ്റും കഥകളാണ് ഈ ഭാവ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. തുടർന്ന് ആധുനികതയുടെ കാലമാണ് ചെറുകഥയിലെ പിന്നീടുള്ള ഘട്ടമായി വിശേഷിപ്പിക്കപ്പെടുന്നത്. OV വിജയനും മാധവിക്കുട്ടിയും കാക്കനാടനെയും M മുകുന്ദനും സേതുവും തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഈ തലമുറയുടെ ഈ ആധുനികതയുടെ ഭാഗമാണ്. 1990കൾ മുതൽ ആവിർഭവിച്ച ഭാവുകത്വത്തെയാണ് നാം ഉത്തരാധുനികതയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവരും ഈ ഭാവുകത്വ രീതി സാംശീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒട്ടനവധി എഴുത്തുകാർ മലയാളത്തിൽ ഇന്നും തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മലയാള ചെറുകഥാ സാഹിത്യശാഖ ഇന്ന് ലോക സാഹിത്യത്തിൽ തലയെടുപ്പോടെയാണ് നിൽക്കുന്നത്. പുതിയ പരീക്ഷണങ്ങളിലേക്ക് അവയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒട്ടനവധി എഴുത്തുകാർ നമുക്കിടയിലുണ്ട്. വിസ്താരഭയത്താൽ അവയെല്ലാം ഒഴിവാക്കുന്നു. പുന്നപ്ര ഫാസിന്റെ ഈ വർഷത്തെ ചെറുകഥയ്ക്കുള്ള അവാർഡ് ലഭിച്ച കഥാകൃത്തുക്കളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. നമസ്കാരം, ഞാൻ ഫർസാന അലി. ഈ വർഷത്തെ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ കഥാമത്സരത്തിൽ പ്രഥമ സ്ഥാനം ലഭിച്ചത് എന്റെ കഥയ്ക്കാണ്. ആകാശവണ്ടി എന്നാണ് കഥയുടെ പേര്. സമൂഹത്തിലെ ഒരു പറ്റം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന മതത്തിന്റെ പേരും പറഞ്ഞുള്ള ചില വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവൃത്തികൾക്കെതിരായിട്ട് വായിക്കാവുന്ന ഒരു കഥയാണിത്. ഹൈറുമ എന്ന വൃദ്ധയുടെയും മധ്യവയസ്കയായ അവരുടെ മകളുടെയും കഥ. ഈ ഒരു കഥയെ ഇത്തരമൊരു മത്സരത്തിലേക്ക് ഉൾപ്പെടുത്തിയ ഇതിന്റെ ഭാരവാഹികളോട് അത്യന്തം എന്റെ നന്ദി അറിയിക്കുകയാണ്. അതീവ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങിയതായി ഞാൻ അറിയിക്കുന്നു. പരേതരുടെ പുസ്തകം നമ്മുടെ നാടിന്റെ കഥയാണ്. ചരിത്രവും യാഥാർത്ഥ്യവും മിത്തും ഒക്കെ കുറിച്ച് ചേരുന്ന ഒരു കഥയാണത്. ഫാസ് പുന്നപ്രയുടെ കഥാമത്സരത്തിൽ 2ാം സമ്മാനം നേടി എന്നറിഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും എഴുതി തുടങ്ങുന്ന ഈ സമയത്ത് കിട്ടുന്ന ഓരോ അവാർഡുകൾക്കും വളരെയേറെ ആത്മവിശ്വാസം തരുന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഫാസിന്റെ അവാർഡ് മുൻകാലങ്ങളിലൊക്കെ വളരെയേറെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാർക്ക് അല്ലെങ്കിൽ ഇന്ന് അവർ വളരെയേറെ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അത് എഴുത്തു വഴിയിൽ മുന്നോട്ട് പോകുന്നതിന് വളരെയധികം സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഫാസിന്റെ പ്രവർത്തകരോടും പ്രിയപ്പെട്ടവരോടും ഒക്കെയുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ഒക്കെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ മധു തൃപ്പരുന്തുറ. പുന്നപ്ര ഫാസിന്റെ ഈ വർഷത്തെ സംസ്ഥാന ചെറുകഥാ പുരസ്കാര ജേതാക്കളിൽ ഒരാളാണ്. എന്റെ പാണ്ഡിത്തുരത്തിലെ മുതല് എന്ന ചെറുകഥയ്ക്കാണ് അവാർഡ്. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനമായിരുന്നു, ഈ വർഷം 3ാം സ്ഥാനമാണ്. കുമാരനാശാൻ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാൻ ശ്രീ രാമപുരം ചന്ദ്രബാബുവിൽ നിന്ന് ഞാൻ ഈ അവാർഡ് ആദരപൂർവ്വം ഏറ്റുവാങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പുന്നപ്ര ഫാസിന്റെ എല്ലാ സാരഥികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സ്നേഹാദരണീയരെ, പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി കഴിഞ്ഞ 3.5 ദശാബ്ദക്കാലമായി പുന്നപ്രയിലും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ കലാകായിക സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഫൈൻ ആർട്സ് സൊസൈറ്റികൾ അതിന്റെ നിലനിൽപ്പിനായി വളരെയേറെ ബുദ്ധിമുട്ടുമ്പോഴും പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിക്ക് നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നമ്മുടെ പ്രദേശത്തുള്ള കലാസ്വാദകരുടെ ആ വലിയ സൗഹാർദ്ദവും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ്. പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി കാലോചിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രവർത്തനങ്ങളിൽ സാംസ്കാരിക രംഗത്ത് സാംസ്കാരിക കേരളത്തിന് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന അത് നിസ്തൂലമാണ്. പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അവാർഡുകൾ വാങ്ങിച്ച ആ പല ആളുകളും ഇതിനും അപ്പുറമുള്ള പല അവാർഡുകൾ അവർ വാങ്ങിക്കുന്നു എന്നുള്ളത് പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി, പുന്നപ്ര ഫാസ് അതിന്റെ അവാർഡ് നിർണയത്തിൽ കാണിക്കുന്ന ആ കൃത്യതയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തവണ ഈ 2020 അവാർഡിന് അർഹരായ മുഴുവൻ പ്രതിഭകളെയും ഞാൻ ഹൃദയംഗമായി പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ എന്ന നിലയിൽ അനുമോദിക്കുകയാണ്. കൂടുതൽ ഉയരങ്ങൾ എത്തുവാൻ അവർക്കും അവരോടൊപ്പം തന്നെ കൃതികൾ നൽകിയ മറ്റ് പ്രതിഭകൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു, അനുമോദിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, ഏതാണ്ട് 3 വ്യാഴവട്ടക്കാലം കഴിഞ്ഞു. പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി ഏറ്റവും ഭംഗിയായി പ്രവർത്തിച്ചു വരികയാണ്. 1980കളിൽ നമ്മളോടൊപ്പം ഉദയം ചെയ്തിട്ടുള്ള
കേരളത്തിലെ ഒട്ടുമിക്ക ഫൈൻ ആർട്സ് സൊസൈറ്റികളും വിവിധ കാരണങ്ങൾ കൊണ്ട് ഇന്നില്ല എന്ന് മനസ്സിലാക്കുക. സൊസൈറ്റിയുടെ ഭാരവാഹികളായി വിവിധ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചവർ കാട്ടിയിട്ടുള്ള ഏറ്റവും ആത്മാർത്ഥമായ സമീപനം കൊണ്ടാണ് സൊസൈറ്റി ഇപ്പോഴും ഇങ്ങനെ ഭംഗിയായി പ്രവർത്തിക്കുന്നത്. തുടക്കകാലത്ത് അഖില കേരള അടിസ്ഥാനത്തിൽ നമ്മൾ നാടകങ്ങൾക്ക് അവാർഡ് നൽകിയിരുന്നു. അന്ന് പ്രൊഫഷണൽ നാടക സമിതികൾ പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അവാർഡിന് വലിയ വിലയാണ് കൽപ്പിച്ചിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മളാണ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ അവാർഡ് ലഭിച്ച നാടകം അല്ലെങ്കിൽ അങ്ങനെയുള്ള സമിതി എന്ന രീതിയിൽ അവരവരുടെ ഷോക്കാർഡുകളിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 വർഷക്കാലമായിട്ട് അഖില കേരള അടിസ്ഥാനത്തിൽ നമ്മൾ ചെറുകഥാ മത്സരം പ്രായഭേദമന്യേ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, നടത്തുകയാണ്. അഖില കേരള അടിസ്ഥാനം എന്ന് പറയുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികളായിട്ടുള്ള എഴുത്തുകാർ ഈ മത്സരത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം അവാർഡ് കിട്ടിയ അനിൽ ദേവസി, അയാൾ ദുബൈയിൽ നിന്നാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ഈ പ്രാവശ്യത്തെ ഫർസാന അലി ചൈനയിൽ നിന്നുകൊണ്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇത് മനസ്സിലാകുമല്ലോ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. വളരെ സുതാര്യമായിട്ടാണ് ഇതിൻ്റെ വിധി നിർണയം നടത്തുന്നതെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. അതുകൊണ്ടാണ് കോഴിക്കോടുള്ളവരും മലപ്പുറത്തുള്ളവരും തൃശ്ശൂരുകാരും ട്രിവാൻഡ്രത്തുകാരും ഒക്കെ തന്നെ ഈ അവാർഡിന് അർഹത നേടുന്നത്. നമ്മുടെ അവാർഡ് നേടിയിട്ടുള്ളവരിൽ പലരും ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അനിൽ ദേവസി, അതുപോലെ മലപ്പുറത്തു നിന്നുള്ള അജിജേഷ് പച്ചാട്ട്, ട്രിവാൻഡ്രത്തു നിന്നുള്ള പ്രിയപ്പെട്ട രതീഷ്, ഈ പ്രാവശ്യം അവാർഡ് നേടുന്ന ഫർസാന അലിയും ആ ഗണത്തിൽപ്പെടുമെന്ന് കരുതുന്നു. എഴുത്തുകാരെന്ന രീതിയിൽ നമ്മൾക്ക് അവരോട് പറയാനുള്ളത്, എഴുത്തുകാർ എഴുതുക മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ നന്മകളെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി എഴുത്തിലൂടെ നടത്തേണ്ടതുണ്ട്. ഒരു ദിശ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരവാദിത്വം കൂടി എഴുത്തുകാർക്കുണ്ടെന്നുള്ളതാണ് പുന്നപ്ര ഫൈൻ ആർട്സ് സൊസൈറ്റി സ്വാഭാവികമായി ലക്ഷ്യം വെക്കുന്നത്. അത് നിങ്ങൾ നിറവേറ്റണം. ഈ പ്രാവശ്യം ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നന്നായി സംഘടിപ്പിച്ചതിന് ഇതിന്റെ സംഘാടകരായിട്ടുള്ള കൺവീനർ സാബു, അതുപോലെ നമ്മുടെ പ്രസിഡന്റ് ശ്രീരാജൻ, സെക്രട്ടറി പ്രിയപ്പെട്ട ജോബ് ജോസഫ്, അവരെയെല്ലാം പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഒരു സ്ഥാപക അംഗം എന്ന രീതിയിലും ഇതിന്റെ വിധി നിർണയത്തിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന രീതിയിലുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പൊതുവെ നല്ല നിലവാരമുള്ള കഥകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം 6 പേർക്കാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കൂടാതെ വീണ്ടും ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന രീതിയിൽ 3 പേർക്ക് കൂടെ കൊടുക്കേണ്ടി വരുന്നത്. എല്ലാ കഥകളും പൊതുവെ മെച്ചമായത് കൊണ്ട് തന്നെയാണ്. മനുഷ്യഗന്ധിയായിട്ടുള്ള പ്രമേയങ്ങളായിരുന്നു ഒട്ടനവധി വന്നിട്ടുള്ളത്. അതെല്ലാം തന്നെ തുടരേണ്ടതുണ്ട്. നമ്മൾക്കാണെങ്കിലും വലിയ ഉത്തരവാദിത്തമുണ്ട്. ഫൈൻ ആർട്സ് സൊസൈറ്റി നാടകവും ചെറുകഥയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന സംഘമല്ല. അല്ലെങ്കിൽ അതിലുപരിയായിട്ട് നാട്ടിൽ അവശേഷിക്കുന്ന ജനാധിപത്യത്തെയും മതനിരപേക്ഷതയും എല്ലാ നന്മകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള വലിയ ഉത്തരവാദിത്തമുള്ള ജനകീയ സംഘമാണ് നമ്മളെന്നുകൂടി ഓർക്കുക. എല്ലാവരും അതിൽ കൂടി പങ്കാളികളാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. പ്രിയമുള്ളവർ, നമസ്കാരം. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്, നമുക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവർക്ക് അഭിനന്ദനം അർപ്പിക്കാൻ മാത്രം ഈ സമയം എടുക്കുകയും എല്ലാ പങ്കെടുത്ത മുഴുവൻ പേർക്കും നമ്മുടെ അവാർഡ് ജേതാക്കൾക്ക് എല്ലാ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നു. നമസ്കാരം.